അപ്പം ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടി തെർമോക്കോളാണ് യൂസ് ചെയ്യുന്നത്. തെർമോക്കോൾ ഇങ്ങനെ അച്ചറ പുച്ചറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈർക്കിലൊക്കെ കൊണ്ടുവന്ന് സെക്യൂർഡാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കോട്ടൻ്റെ തുണിക്കകത്തിൽ പശയും പിന്നെ നമ്മുടെ വൈറ്റ് സിമെൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബാറ്ററാക്കി അതിനകത്ത് മുക്കിയിട്ട് കോട്ടൻ്റെ തുണി അതിനകത്ത് മുക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സ്നോ വേണം. സ്നോയ്ക്ക് നമ്മൾ തെർമോക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം അധികം വന്ന തെർമോക്കോൾ എടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ച് എൻ്റെ അമ്മച്ചിയെ അതിനകത്ത് ഇച്ചിരി പശയെല്ലാം കൂടെ ചേർത്ത് താണ്ടി ഇതുപോലെ പുട്ട് കുഴയ്ക്കുന്നോട്ട് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഉണങ്ങുക, നല്ല രീതിയിൽ ഉണങ്ങുക. ഇപ്പോൾ 2 ആഴ്ചയായി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് കായംകുളത്ത് വന്നു. അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.